കർണാടക യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ സംഭവത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനും പ്രതിപക്ഷത്തുള്ള ബിജെപിക്കും ഒരേ ശബ്ദം. അനധികൃത കുടിയേറ്റവും ഭൂമി കയ്യേറ്റവും ഒഴിപ്പിച്ചതാണെന്ന കോൺഗ്രസ് നിലപാട് തന്നെയാണ് സ്ഥലം സന്ദർശിച്ച ബിജെപി നേതാക്കൾക്കും. കേരളത്തിൽ നിന്നടക്കമുള്ളവരും അനധികൃതമായി കുടിയേറിയവരിലുണ്ടെന്ന വ്യാജ പ്രചാരണവുമായി ബിജെപി. കുടിയൊഴിയുന്നതിനുള്ള നോട്ടീസോ മുന്നറിയിപ്പോ നൽകാതെ ബുൾഡോസർ രാജിലൂടെ 200ഓളം കുടുംബങ്ങളെ വീട് തകർത്ത് പെരുവഴിയിലിറക്കി വിട്ടത് അനധികൃത ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതാണെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചത്. ഫക്കീർ ലേഔട്ടിൽ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ആർ അശോകയടക്കമുള്ള ബിജെപി നേതാക്കളും ഇക്കാര്യം തന്നെ ആവർത്തിക്കുന്നു. ജനങ്ങളെ വീടുകൾ തകർത്ത് തെരുവിലിറക്കിയതിനെ ന്യായീകരിച്ച ബിജെപിക്ക് കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം പുനരധിവാസ പദ്ധതിയിൽ മാത്രമാണുള്ളത്. ഭവന പദ്ധതിയിലൂടെ വീട് നൽകുന്നത് അനധികൃത കുടിയേറ്റക്കാർ ണെന്നും കന്നഡക്കാർക്കാണ് വീട് നൽകേണ്ടതെന്നും പറഞ്ഞ കന്നഡ വികാരം കത്തിക്കാനാണ് ബിജെപി ശ്രമം. കുടിയേറ്റക്കാരെ കുറിച്ച് NIA അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമി കയ്യേറിയതിൽ ബംഗ്ലാദേശികളും ഹൈദരാബാദികളും ഒപ്പം മലയാളികളുമുണ്ടെന്ന വ്യാജ പ്രചാരണവുമായി കേരളത്തെ ആക്ഷേപിച്ച കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക രംഗത്ത് വന്നു. It is the property belongs to Karnataka people, taxpayers of Karnataka. How can it possible? Who is what relation with Karnataka? What is the relation? Who is Kerala CM to ask the land in Karnataka? You want? You can give in Kerala, not in here. This is land belong to Karnataka. ബംഗ്ലാദേശികളാണെന്ന് ആക്ഷേപിച്ച ബിജെപി നേതാക്കൾക്ക് മറുപടിയുമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർ രംഗത്ത് വന്നു. ಇಲ್ಲ ಬಂದಿಲ್ಲ ಇಲ್ಲ ബുൾഡോസർ നേരെ ಬಂದಿದ್ದು ತಗರ್ಕೇರದಲ್ಲ ಇಲ್ಲ ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಬಂದವ್ರೆ. ಎಷ್ಟು ವರ್ಷ ಇದೆ? 23 ವರ್ಷ ಮೇಲೆ ಇದೆ. ನಾವು ಇಲ್ಲಿ ಹುಟ್ಟಿ ಇಲ್ಲೇ ಬೆಳೆದಿರೋದು. ನಾವು ಪಕ್ಕ ಕನ್ನಡಿಗರು. மீட்டர் போட்டிருக்காங்க, நம்மளுக்கு மீட்டர் போடுங்க. நாங்கள் ஆயிடுச்சேன்னு நம்ம போடுறோம், இது பண்ணியிருந்தோம். டாக்குமெண்ட்ஸ் இருக்கு, ஐடி கார்டு இருக்கும், ஆதார் கார்டு, பேன் கார்டு, ஐடி கார்டு இருக்கும், മീറ്റർ இருக்கும். மீட்டருக்கு പുനരധിവാസത്തിന് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്താനുള്ള സർവേ പൂർണ്ണമായും പൂർത്തിയാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഫക്കീർ ലേഔട്ടിലും വസീം ലേഔട്ടിലും താമസിച്ചിരുന്ന വീട് നഷ്ടപ്പെട്ടവരിൽ പലരും അധികൃതർ രേഖകൾ അംഗീകരിക്കാത്തതിനാൽ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. തകർത്തെറിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് നൂറുകണക്കിന് മനുഷ്യർ ഇപ്പോഴും കഴിയുന്നത്. മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി എത്ര പേർക്ക് പുനരധിവാസം സാധ്യമാകുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. കൊഗിലുവിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.